നമസ്കാരം. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുമ്പം ഭഗവാനോ ഭഗവതിക്കോ വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എണ്ണ, തിരി, കർപ്പൂരം, നെയ്യ് തുടങ്ങിയവ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന എണ്ണ എല്ലാത്തിലും ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ തന്നെയും മെയിനായിട്ടും ആളുകൾ, ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് എണ്ണയാണ്. അപ്പോൾ ആ എണ്ണയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മെയിനായിട്ടും നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഏത് തരം എണ്ണയാണ് ദീപം തെളിയിക്കാനായിട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നെയ്യ്, അതുമല്ലെങ്കിൽ എള്ളെണ്ണ. മറ്റ് എണ്ണകളെല്ലാം അധമമാണ്. ഈ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ഷേത്രത്തിലേക്കും ധാരാളം പേര് ഉത്സവവുമായി ബന്ധപ്പെട്ട് പാട്ടക്കണക്കിന് എണ്ണകളാണ് നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആ എണ്ണകളിലെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല കട്ടിക്കും കൊഴുകൊഴാന്നും പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള എണ്ണകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ എണ്ണകൾ നമ്മൾ നിത്യവും ക്ഷേത്രത്തിനുള്ളിൽ, ശ്രീകോവിലിനുള്ളിൽ കത്തിക്കുമ്പോൾ അതിനകത്തു നിന്നുണ്ടാകുന്ന കരി, അത് ദൈവ ചൈതന്യം എന്ന് കരുതുന്ന വിഗ്രഹത്തിലും അതുപോലെ തന്നെ പൂജാരിമാരും അതിനുള്ളിൽ ശ്രീകോവിൽ അടച്ച് അതിനകത്തിരുന്ന് പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ പൂജാരി അത് ശ്വസിക്കുകയും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ അധമമായ എണ്ണയാണ്. അത് നമ്മൾ ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. വിളക്കെണ്ണ, നല്ലെണ്ണ, അങ്ങനെ പല പേരുകളിലാണ് ഇത്തരത്തിലുള്ള എണ്ണകൾ ഇറങ്ങുന്നത്. ഒരു കാരണവശാലും അത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട്, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് ഒരു എണ്ണ നേരുന്നത്. അപ്പം അത് നമുക്ക് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന എണ്ണകൾ എല്ലാം ശുദ്ധമാണോ, ശുദ്ധമായവയാണോ എന്ന് നോക്കിയിട്ട് എല്ലാ ആളുകളും മായം ചേർന്ന്, അതായത് തീരെ വില കുറഞ്ഞ വസ്തുക്കൾ വാങ്ങാനാണ് ഏറ്റവും കൂടുതലും ആളുകൾക്ക് ഉത്സാഹം. കാരണം വില കുറച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾ കൂടും. പറഞ്ഞ മനസ്സിലായോ? വിലയുള്ള സാധനങ്ങൾ എപ്പോഴും നല്ലവയായിരിക്കും. നല്ലൊരു എള്ളെണ്ണ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് അധികമാവും. എളുപ്പ വഴിയാണ് ഏതെങ്കിലും പൂജാ സ്റ്റാളിൽ പോയിട്ട് അവിടുന്ന് 10 രൂപ, 20 രൂപ, 30 രൂപയുടെയൊക്കെ സാധാരണ എണ്ണ വാങ്ങിക്കൊണ്ടുവരും. ഞാൻ കുറച്ച് മായം കലർന്ന എണ്ണയുടെ ഒരു പ്രത്യേകത എന്തുവാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കാരണവശാലും നല്ല ഒരു ഭക്തനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മായം കലർന്ന വസ്തുക്കൾ ക്ഷേത്രത്തിൽ കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നത് മൂലം നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല. ദോഷമല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഏതായാലും നമുക്ക് മറ്റ് കുറച്ച് വീഡിയോസും കൂടെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഇപ്പം പൊട്ടിച്ച പാട്ടയിലെ എണ്ണയാണ്. ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാട്ടയുടെ അടിമട്ടിയാണ്, ലാസ്റ്റ് കിട്ടിയ എണ്ണയാണ്. അതിനകത്ത് ഇത് ഫുള്ള് മിക്സായിട്ട് ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഇത് അടിഞ്ഞ് ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ടോ? കൊഴുപ്പാണോ എന്തുവാന്ന് അറിയാൻ വയ്യ. കൊഴുപ്പോ പാം ഓയിലോ അങ്ങനെ മറ്റെന്തോ ദ്രാവകമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. ഇത് ഉണ്ടാക്കുന്നതിന് സത്യത്തിൽ അറിയാം, പക്ഷേ ഇത് വാങ്ങിക്കൊണ്ട് വരുന്ന ഭക്തജനങ്ങൾക്കോ ഇല്ല ഇത് കടയിൽ വിൽക്കുന്ന പൂജാ സ്റ്റാളിലോ അത്തരത്തിലുള്ള കച്ചവടക്കാർക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണം ഉണ്ടായിരിക്കത്തില്ല. ഒരുപക്ഷെ അവരും ഏറ്റവും വില കുറഞ്ഞ സാധനം വിൽക്കാൻ എളുപ്പം ഇതൊക്കെ നോക്കിയായിരിക്കും കച്ചവടക്കാരും ഇത് വാങ്ങി വെക്കുന്നത്. ഇത് എത്തരത്തിലുണ്ടാകുന്നത്? ഇത് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗക്കൊഴുപ്പ്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ടലുകളിലും മറ്റും പാചകം ചെയ്യുന്ന എണ്ണകൾ, ഇതെല്ലാം ശേഖരിച്ചിട്ട് ഇവർ
സ്റ്റോർ ചെയ്തിട്ട് പല പേരുകളിലാണ്. ഞാൻ ആ പാട്ടയുടെ പേരുകളൊന്നും എടുത്ത് കാണിക്കുന്നില്ല. ഇവിടെ ശരിക്കിരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരുപാട് പാട്ടുകൾ നമുക്ക് ഈ ഉത്സവത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പാട്ടുകളെല്ലാം പൊട്ടിക്കുമ്പം നമുക്ക് കിട്ടുന്ന എണ്ണ ഇത്തരത്തിലുള്ള എണ്ണകളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒന്നെങ്കിൽ നല്ല എള്ളെണ്ണ, അതല്ലെന്നുണ്ടെങ്കിൽ നെയ്യ്, ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ കൊടിവിളക്ക് ഉണ്ട്. ഈ കൊടിവിളക്കിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് മുമ്പ് ഒരു തിരി കത്തിച്ചിട്ട് ഇവിടെ എല്ലാം വിളക്ക് കത്തിച്ചതാണ്. അതിനകത്ത് പെട്ടെന്ന് ഉണ്ടായേക്കുന്ന കരിയുണ്ടോ, ഇതാണ് അവസ്ഥ. ഇതുപോലെയാണ് ശ്രീകോവിലിനകത്തും പൂജാരിയുടെ ഉള്ളിലും ശ്വാസകോശത്തിലും എല്ലാം ഇതായിരിക്കും. അതുകൊണ്ട് വെറുതെ അധമമായ എണ്ണകൾ വാങ്ങി നിങ്ങൾക്ക് ദോഷങ്ങൾ വരുത്തി വയ്ക്കണ്ട. ഇത് കുറേ നാളുണ്ടായി പറയണമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക.